ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാനും അത് നമുക്ക് കേൾക്കാനും കർത്താവ് ഒരുക്കുന്ന അനുഗ്രഹീത അനുഭവങ്ങൾക്കായി ഈ സുന്ദരമായ സമയത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. വചന കേൾവിക്ക് താല്പര്യരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാദരവോടെ വന്ദനമറിയിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവിൻ്റെ സ്നേഹവും കരുണയും വചനത്തിലൂടെയും വാക്കിലൂടെയും ഒക്കെ അനുഭവിപ്പാൻ കഴിയുന്നതൊരു ഭാഗ്യമാണ്. അത് തിരിച്ചറിയാൻ കൃപ ലഭിച്ച നിങ്ങൾക്കെല്ലാവർക്കും ധന്യതയുണ്ടാകട്ടെ. സ്വർഗത്തിൽ നിന്ന് അനന്തമായ അനുഗ്രഹങ്ങൾ ദൈവം സമ്മാനിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ ഒരിക്കൽ കൂടി അകമഴിഞ്ഞ് സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം യോനയുടെ പ്രവചനത്തിൽ നിന്നാണ്. യോനയുടെ പ്രവചനം 1-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യോനയുടെ പ്രവചന പുസ്തകം 1-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ. പിന്നെ അവർ യോനയെ എടുത്ത് സമുദ്രത്തിലിട്ട് കളയുകയും സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നു. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. വളരെ പരിചിതമായിരിക്കുന്ന ഒരു ബൈബിൾ സംഭവമാണ് ഇന്ന് നമ്മൾ വായിച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങളെല്ലാം നമ്മുടെ മനസ്സിനകത്ത് കണ്ടേക്കാം. അനുസരണക്കേടിൻ്റെ അനന്തരഫലമായി കടലിലേക്ക് വലിച്ചെറിയപ്പെടുകയും ഇപ്പോൾ വായിച്ചതുപോലെ ഒരു മഹാമത്സ്യം ദൈവം കൽപ്പിച്ചതുകൊണ്ട് വെട്ടി വിഴുങ്ങി ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 കിടക്കുകയും ചെയ്യേണ്ടി വന്ന ദാരുണമായ സംഭവത്തിന് ഇരയായി തീർന്നയാളാണ് പ്രവാചകനായിരിക്കുന്ന യോന. ആ പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ പ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ട്. യോനയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു അനുസരണക്കേടിൻ്റെ പ്രവാചകൻ എന്ന പിക്ചർ നമ്മുടെ മനസ്സിനകത്തുണ്ട് താനും. എന്നാൽ യോന അനുസരണക്കേട് കാണിച്ചു, ഇഷ്ടമുള്ള വഴിക്ക് പോയി, ദൈവം ശിക്ഷിച്ചു എന്നുള്ളതൊക്കെ സത്യവുമായിരിക്കുമ്പോൾ തന്നെ ഇന്നത്തെ ലളിതമായ ചിന്തയ്ക്ക് ഞാൻ ആ പശ്ചാത്തലങ്ങളൊന്നും തൊടുന്നില്ല. പക്ഷേ ഈ ഭാഗത്ത് നിന്ന് നമുക്കുള്ളൊരു ദൈവിക ദൂത് ഞാൻ പതുക്കെ പൊടി തട്ടി അടർത്തിയെടുക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ട് നമുക്ക് ധൈര്യം കൊള്ളുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോന ദൈവം പറഞ്ഞിടത്തേക്കല്ല പോയത് എന്നൊക്കെ എൻ്റെ മനസ്സിനകത്തുണ്ട്. ഇത് കേട്ടിട്ട് പിന്നെ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നെ എന്നെ വിമർശിക്കരുത്. ഞാനൊരു ദൂതിലേക്ക് നിങ്ങളുടെ മനസ്സടിപ്പിക്കുക. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. യോനയുടെ ചരിത്രം പറയുകയല്ല, ഇതിലൂടെ ഒരു ദൈവിക ആലോചന പറയാൻ ഒരുങ്ങുകയാണ്. ആർക്കൊക്കെയോ അത് പ്രയോജനപ്പെടും. അതുകൊണ്ടാണല്ലോ ദൈവാത്മാവ് ഈ വിധ ചിന്ത എൻ്റെ മനസ്സിനകത്ത് തന്നത്. കപ്പൽ കടലിന് മുകളിലൂടെ പോകുന്ന ഒരു വാഹനമാണ്. ആളുകളെ കരപറ്റിക്കാൻ, അക്കരെ എത്തിക്കാൻ, ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ, മനസ്സിൽ കിടക്കുന്ന ഡെസ്റ്റിനിയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ഒരു വാഹനമാണ് അന്നത്തെ കാലത്തെ പാക്കപ്പൽ. യോന കടലിൻ്റെ മുകളിലൂടെ കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ പോകുന്ന ഒരു വാഹനത്തിൽ കയറി. ആ വാഹനത്തിൽ എത്തേണ്ടിടത്ത് എത്താൻ പറ്റിയില്ല. കാണണ്ട അല്ലെങ്കിൽ എത്തേണ്ടിടത്ത് എത്താൻ പറ്റാത്ത രീതിയിൽ കടലിന് മുകളിലൂടെ കാണുന്ന മേഖലയിലൂടെ പോകുന്ന ആ വഴിയിലൂടെ യാത്ര ചെയ്തിട്ട് എത്താൻ പറ്റിയില്ല, വെള്ളത്തിൽ പോയി. പക്ഷെ ദൈവം തമ്പുരാൻ്റെ പദ്ധതിയിൽപ്പെട്ട ഒരാളായിരിക്കയാൽ കാണാത്ത ഒരു വഴി അഥവാ ഒരു മഹാമത്സ്യം, കടലാന ദൈവം കൽപ്പിച്ചു വച്ചിരുന്നു. ആ മീൻ വന്ന് യോനയെ വെട്ടി വിഴുങ്ങി. വയറ്റിനകത്ത് ചില ദിവസം കിടക്കേണ്ടി വന്നു. കഷ്ടമാണ് ആ കിടപ്പ്. എങ്കിലും ഈ വെള്ളത്തിൻ്റെ അടിയിലൂടെ ഊളിയിട്ട് പോകുന്ന കാണാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഈ മത്സ്യം യോനയെ കരപറ്റിച്ചു. ഇതാണല്ലോ ഈ പ്രവചന പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായത്തിലെ സംഭവം. സൺഡേ സ്കൂളിൽ പോലും പഠിച്ച പിള്ളേർക്ക് ആ കഥ അറിയാം. ഞാൻ ഈ ഭാഗം ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങളെ പ്രബോധിപ്പിക്കുകയും ഓർപ്പിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ഒരാത്മിക ഗൈഡൻസ് ചിലർക്ക് വേണ്ടി പറയട്ടെ. എല്ലാ ദിവസത്തെ സന്ദേശവും എല്ലാവർക്കും ഫലിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ചിലപ്പോൾ എല്ലാവർക്കും ഒരേ അനുഭവം അല്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും ഫലിച്ചെന്നിരിക്കുകയല്ല. ഇന്നലത്തെ മിനിങ്ങാന്നത്തെയൊക്കെ സന്ദേശം 100 കണക്കിന് ആളുകൾ എനിക്ക് തിരിച്ച് മറുപടി ഇട്ടു, ഇതെന്നോടാണ്, 2 ദിവസമായിട്ട് കർത്താവ് എന്നോടാണ് ഇടപെടുന്നത് എന്ന്. അങ്ങനെ ഓരോ ദിവസത്തെ സന്ദേശം ഓരോ വിധത്തിൽ ആർക്കെങ്കിലൊക്കെ ഫലിക്കുമെന്നുള്ള ഉറപ്പെനിക്കുണ്ട്. ആ ഉറപ്പോടെ നിങ്ങളിൽ ചിലരോട് ഒരു പ്രവാചകൻ്റെ നാവെന്ന വണ്ണം ഞാൻ പറയട്ടെ.
എല്ലാവരും കാണത്തക്ക രീതിയിൽ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഏതെങ്കിലും വിധത്തിൽ കരപറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചു. പക്ഷേ മുകളിലൂടെ അഥവാ കാണുന്ന വഴി അടഞ്ഞെന്ന് നമുക്ക് പറയാം. ഇന്നത്തെ സന്ദേശത്തിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. കാണുന്ന വഴി അടഞ്ഞു. അപ്പോൾ കാണാത്തൊരു വഴി ദൈവം ഇതിനടിയിലൂടെ തുറന്നു. ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹ വാക്കുകളായി പറയാം. എല്ലാവരോടും യാത്ര പറഞ്ഞു. എല്ലാവരും കാണുകയെ കാണുന്ന വഴിയിലൂടെ നമ്മൾ ഒരു കരപറ്റാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. പക്ഷേ ആ വഴി ശാശ്വതമായിരുന്നില്ല. ആ വഴി എത്തിക്കേണ്ടിടത്ത് നമ്മളെ എത്തിച്ചില്ല. അത് പോകേണ്ടിടത്ത് പോകാൻ സമ്മതിച്ചില്ല. അതൊരു വിജയപാതയായിരുന്നില്ല. അത് വഴിക്ക് വെച്ച് നമ്മളെ തകർത്തു. ആ വഴി നമ്മളെ ഉപേക്ഷിച്ചു. ആ കപ്പൽ നമ്മളെ കളഞ്ഞു, നമ്മളെ മറന്നു, നമ്മളെ ഉപേക്ഷിച്ചു, ഇട്ട് കളഞ്ഞു. പക്ഷേ നിന്നെ വീണ്ടെടുത്ത ദൈവം കൈവിടാത്തവനായിരിക്കയാൽ താഴെ കൂടെ ഒരു വഴി സർവശക്തൻ എത്തേണ്ടിടത്ത് എത്തിക്കാൻ വേണ്ടി തുറന്നു. കപ്പൽ, മീൻ എന്നുള്ളതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കണം. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഔവണ്ണം ഗ്രഹിക്കണം. മുകളിലൂടൊരു വഴിയുണ്ട്, എല്ലാവരും കാണുന്ന വഴി. ആ വഴിയാണ് നമ്മൾ സാധാരണ ഈ വാഹനങ്ങളൊക്കെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ സൈക്കിളിൽ പോകാം, മോട്ടോർ സൈക്കിളിൽ പോകാം, ഓട്ടോയിൽ പോകാം, കാറിൽ പോകാം, ട്രെയിനിൽ പോകാം, ബസ്സിൽ പോകാം, പ്ലെയിനിൽ പോകാം, കപ്പലിൽ പോകാം, ബോട്ടിൽ പോകാം, എങ്ങനെയും പോകാം. ഇതെല്ലാം സ്വാഭാവിക വഴികൾ, മനുഷ്യൻ ഉപയോഗിക്കുന്ന വഴികൾ, ദൈവം ഉള്ളവനും ദൈവമില്ലാത്തവനും ഉപയോഗിക്കുന്ന വഴികൾ. എന്നാൽ ഈ വഴികളൊക്കെ കൈവിടുമ്പോൾ, ഈ വഴികളൊക്കെ കൈവിട്ടു പോകുമ്പോൾ, ഈ വഴിയിൽ നിന്നെല്ലാം നമ്മളെ തള്ളി പുറത്ത് ചാടിക്കുമ്പോൾ, ഈ വഴിയിലൊന്നും നമുക്ക് സ്പേസ് ഇല്ലാതെ വരുമ്പോൾ, അവിടെ നമുക്കിടം കിട്ടാതെ വരുമ്പോൾ, അവിടെ നിന്ന് നമ്മളെ ആരൊക്കെയോ വലിച്ചിറക്കി താഴെ കളയുമ്പോൾ, സർവശക്തൻ ആരും കാണാത്ത, ആരും കയറിയിട്ടില്ലാത്ത, ആരും പോയിട്ടില്ലാത്ത മറ്റൊരു വഴി തുറക്കും. അത് വെള്ളത്തിനടിയിലാണെങ്കിലും അഗാധമായ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലാണെങ്കിലും നിനക്ക് വഴിയുണ്ട്. നിന്നെ എങ്ങനെയെങ്കിലും 2 ദിവസത്തേക്ക് അകത്തിട്ടുകൊണ്ടിരിക്കാനല്ല, എത്തേണ്ടിടത്തെത്തിക്കാൻ സർവശക്തൻ കരുതി വെച്ച ആരും കയറാത്ത വഴി, ആരും പോകാത്ത വഴി, ആരും കാണാത്ത വഴി, ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത വഴി. ആ വഴി ദൈവമായ കർത്താവ് ഈ പ്രതിസന്ധിയുടെ, പ്രയാസത്തിൻ്റെ, പലരും തള്ളിക്കളഞ്ഞ, വലിച്ചെറിഞ്ഞ ഈ സാഹചര്യത്തിൽ അറിയാത്തൊരു വഴി അടിത്തട്ടിൽ തുറക്കപ്പെടും. ആ വഴിയിലൂടെ എത്തേണ്ടിടത്തെത്തി രക്ഷപ്പെടാൻ കർത്താവ് ചിലർക്ക് മുഖാന്തരം ഒരുക്കുക. ദൈവസന്നിധിയിൽ ഇന്ന് ഞാൻ ദീർഘിപ്പിക്കാതെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ള ബോധ്യത്തോടെ നിങ്ങൾ ചിലരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. പ്രതീക്ഷയോടെ കാശ് കൊടുത്ത് കയറിയ പല വഴികളും ഇന്ന് നിങ്ങൾക്ക് നഷ്ടമായിരിക്കാം. ഞാൻ ആ പറയുന്ന വാക്കിൻ്റെ അന്തസത്ത മനസ്സിലാകുന്നുണ്ടല്ലോ. നിങ്ങൾ പണം മുടക്കി കയറിയ ചില വഴികൾ, ടിക്കറ്റ് എടുത്താണല്ലോ കയറിയത്, കാശ് മുടക്കിയാണല്ലോ കയറിയത്. ആ വഴി ശാശ്വതമായില്ല. ആ വഴി നിങ്ങൾക്കൊരു വിജയം കൈവരിപ്പാൻ കഴിഞ്ഞില്ല. നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റിയില്ല. നിങ്ങളുടെ മോഹങ്ങൾ, ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ, പദ്ധതികൾ അവിടെ എത്തിക്കാൻ ഈ വഴിക്ക്, നിങ്ങൾ കാശ് മുടക്കി കയറിയ വഴിക്ക്, നിങ്ങൾ ബുദ്ധി കൊണ്ട് കയറിയ വഴിക്ക്, നിങ്ങൾ ഇന്നലകളിൽ പലരും കയറി എന്നുള്ള എക്സ്പീരിയൻസിൽ പലരുടെയും പരിചയത്തിൽ കയറിയ വഴിക്ക് നിങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആരും കയറാത്തൊരു വഴിയിലൂടെ, ആരും പോകാത്തൊരു മാധ്യമത്തിലൂടെ ദൈവമായ കർത്താവ് ദൈവത്തിൻ്റെ പദ്ധതിയിലെത്തിച്ച് നിങ്ങളെ വിജയിപ്പിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ആ വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് വന്ന് നിങ്ങളെ സ്വീകരിക്കും. ഒന്നോടെ പറയാം, കപ്പലിലേക്ക് അങ്ങോട്ട് ചെന്ന് കാശ് കൊടുത്ത് കാല് വെച്ച് അങ്ങോട്ട് കയറിയതാണ്. എന്നാൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൂടെ നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ വഴി ഇങ്ങോട്ട് വന്ന് നീ കാശ് കൊടുക്കാതെ നിന്നെ സ്വീകരിച്ച് നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ച് അവിടെ കൊണ്ടുവന്ന് ഇറക്കി വിടും. ബാക്കി അനുഭവത്തിൽ രുചിച്ചറിയാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യോനയുടെ ഈ കഥ, ഈ ചരിത്രം എത്രയോ പ്രാവശ്യം കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ദൈവമായ കർത്താവേ, ഇന്ന് ഇങ്ങനെ ഒരു ദൂത് ഈ ജനത്തോട് പറയാൻ എന്നെ അനുവദിച്ചല്ലോ. കാണുന്ന വഴി കൈവിട്ടാൽ കാണാത്ത വഴി സ്വീകരിക്കും. അപ്പാ, മനുഷ്യൻ പണിത വഴി നമുക്കനുകൂലമല്ലാതെ വന്നാൽ
ദൈവം ഒരുക്കുന്ന വഴി നമ്മളെ കൈക്കൊള്ളും. ഞാൻ ഈ വാക്കുകൾ അതുപോലെ വിശ്വസിക്കുന്നു. ഇത് അങ്ങനെ വിശ്വസിക്കാൻ ദൈവം ചിലരെ കരുതി വച്ചിട്ടുണ്ട്. അവർക്കിത് ഫലിക്കട്ടെ അപ്പാ. പണം മുടക്കിയും ദൈവമേ പലരോട് ചോദിച്ചും പലരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് കയറിയിടത്ത് പരാജയം അനുഭവിക്കുന്ന ആരെങ്കിലും കണ്ടേക്കാം. അവരെ അങ്ങൊരുക്കുന്ന വഴിയിലൂടെ അങ്ങ് ആഗ്രഹിക്കുന്നിടത്ത് എത്തിച്ചേക്കണം. ദൈവം അത് ചെയ്യണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.